ഇങ്ങനെ 6 മയിൽപ്പീലിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ റോട്ടിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഉണ്ട് 2 കൂടി ഉണ്ട്. അത് നമുക്ക് നന്നല്ല, അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. കണ്ടോ, ഇങ്ങനെ ഒരു മയിൽപ്പീലിയാണ് 2 കിടക്കുന്നത്. ഇതിൽ നമുക്ക് പീലില്ല, അപ്പോൾ നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മയിൽപ്പീലി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണുള്ളത്, കോതകുറിശി. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ മുൻപ് ഞങ്ങളുടെ നാട്ടിൽ വീട്ടിൽ മയിൽ വന്നിരിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അമ്മ എന്നെ വിളിക്കുകയാണ്, ഞാൻ വീടിൻ്റെ അകത്തായിരുന്നു. അമ്മ എന്നെ വിളിക്കുകയാണ്, അതാ റോട്ടിൽ എന്താ മയിൽപ്പീലി കിടക്കുന്നുണ്ട് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പോൾ ടോട്ടൽ ഞങ്ങൾക്ക് 6 മയിൽപ്പീലി കിട്ടിയിട്ടുണ്ട്. ബാക്കി 2 പീലില്ല, അതിന്ന് പീലിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. 2 കൂടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഗുരുവായൂരിലൊക്കെ എന്താ ഓരോരുത്തരിങ്ങനെ ക്യാഷ് കൊടുത്തിട്ടാണ് മയിൽപ്പീലി വാങ്ങിക്കാറ്. അങ്ങനെ ആ കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി മയിൽപ്പീലി പൊഴിച്ച് പോകുന്നുണ്ട്. കണ്ടില്ലേ, ഞങ്ങൾക്കിവിടെ കാടാണ്. ഈ ഒരു കാടെന്ന് പറയുന്നത് പുതുമലക്കാടാണ്. പറഞ്ഞു വന്നത്, ഞങ്ങൾക്ക് മയിൽപ്പീലി വല്ലപ്പോഴൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. മയിൽ ഇടയ്ക്കിടയ്ക്ക് പീലി കൊഴിക്കില്ലല്ലോ, വല്ലപ്പോഴും കിട്ടാറുണ്ട്. പക്ഷെ ഇതും കുറേ അധികം മയിൽപ്പീലി കിട്ടിയിട്ടാ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഇതിൻ്റെ മേലെ കാടാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ കാട്ടിൽ കുരങ്ങന്മാരുണ്ട്, അതേപോലെ ഇങ്ങനെ മയിൽ, പിന്നെന്താ പാമ്പുണ്ടാവും കേട്ടോ ഇടയ്ക്കൊക്കെ. അതും എപ്പോഴെങ്കിലും ഇട്ടാ പാമ്പിനെ പിടിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. ഇനി അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മയിൽപ്പീലി. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ പാടയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു മയിൽപ്പീലി കിട്ടിയത്. അപ്പോൾ ഉറക്കത്തിൻ്റെ ക്ഷീണം മുഖത്തുണ്ടായിരിക്കും. സോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് കാടുണ്ടെങ്കിൽ, ആ കാട്ടിൽ മയിലുണ്ടെങ്കിൽ, ഇതേപോലെ മയിൽ നിങ്ങൾക്ക് വേണ്ടി പീലി പൊഴിച്ച് ഇട്ട് പോകാറുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.